ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് പ്രദാനം ചെയ്ത ഏറ്റവും വലിയ ദാനമാണ് നിത്യജീവൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ അത് വളരെ സ്പഷ്ടവുമാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ദാനമാകട്ടെ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. പുത്രനായ ദൈവമോ തൻ്റെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ പിതാവ് വഴി നമുക്ക് പരിശുദ്ധാത്മാവിനെയും പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങളും വരങ്ങളും അനുദിനം നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടുമിരിക്കുന്നു. ഏറ്റവും വലിയ ദാനത്തിൻ്റെ വലിയ മാതൃകയാണ് പരിശുദ്ധ ത്രിത്വം നമുക്ക് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നത് പോലെ, അവിടുത്തെ സൃഷ്ടികൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും സ്വയം ദാനം ചെയ്യാൻ കടപ്പെട്ടവരാണ്. ആകയാൽ ഈ നോമ്പ് കാലത്തിൽ നമുക്കും സ്വയം ദാനം ചെയ്യുന്നവരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.